ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒട്ടനവധി ആളുകൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഞാനത് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോഗ്സ് എയർ ഡ്രോപ്പ് കിട്ടിയിട്ട് ഹോൾഡ് ചെയ്ത ആളുകളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഡോഗ്സ് ടോക്കണിനകത്ത് നിന്ന് നമുക്ക് അത്യാവശ്യം വളരെ നല്ല രീതിയിലേക്ക് ഒരു പമ്പും കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ എയർ ഡ്രോപ്പ് അനൗൺസ്മെൻറ്റിനെ കുറിച്ചാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം, ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സമയം വൈകാതെ നേരെ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ലിസ്റ്റിംഗ് ഡേറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് അടുത്ത മാസം 26-ാം തീയതിയാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് അവരുടെ ലിസ്റ്റിംഗ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വരെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സേവ് ദ ഡേറ്റ് ഫോർ ഹാംസ്റ്റർ കോമ്പാറ്റ്സ് TG ആൻഡ് എയർ ഡ്രോപ്പ് സെപ്റ്റംബർ 26. അപ്പം കുറേയധികം ആളുകൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പം തീർച്ചയായിട്ടും ഇവർ 60% കമ്മ്യൂണിറ്റിക്ക് എയർ ഡ്രോപ്പ് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എത്രത്തോളം എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഡോഗ്സ് പോലെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഇതിനകത്ത് ഇവർ നല്ല രീതിയിൽ ഫിൽറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എയർ ഡ്രോപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ 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 കൂടുതലാണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടീം ഓൾറെഡി ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ 2 ആഴ്ച മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് അറിയാനായിട്ട് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. ആ ഒരു വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ സ്നാപ്ഷോട്ട് അവർ എടുത്തോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങൾ ഇത്രയും കാലം എങ്ങനെ ടാസ്കുകൾ ചെയ്തോ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു എയർ ഡ്രോപ്പിൽ കുറേ അധികം ആളുകൾ ഇന്നെലിജിബിൾ ആവാനുള്ള സാധ്യതയുണ്ടെന്ന്. അതിനെക്കുറിച്ച് അവർ നേരത്തെ തന്നെ സൂചനകൾ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഹാംസ്റ്റർ കോമ്പാറ്റിനകത്ത് കുറേ അധികം ഗെയിംസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൽ കീസ് ജനറേറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ കീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പപ്പണി എടുത്ത ആളുകൾക്കൊക്കെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അവരവരുടെ ടെലഗ്രാമിൽ കൂടെയും അവർ അനൗൺസ് ചെയ്തതാണ്. അതായത് എക്സ്റ്റേണൽ ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫ്രോഡ് കാണിച്ച് കീസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ടെലഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇതാണ്. ഒരു എയർ ഡ്രോപ്പിലും നിങ്ങൾ ഇതുപോലെയുള്ള എളുപ്പ വഴികൾ നോക്കാനായിട്ട് പോകരുത്. കാരണം നമ്മൾ എന്തൊക്കെ എളുപ്പ വഴികൾ ചെയ്യുന്നോ അതൊക്കെ അവർക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ചെറിയ ഒരു ബെനിഫിറ്റിന് വേണ്ടി കുറേ അധികം എളുപ്പ വഴികൾ കണ്ടുപിടിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എയർ ഡ്രോപ്പിൽ നിന്ന് മൊത്തത്തിൽ തന്നെ ഇന്നെലിജിബിളായി പോകും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ടും സമയവും ഒക്കെ വെറുതെ വേസ്റ്റായി പോകും. സോ നിങ്ങൾ ഒരു എയർ ഡ്രോപ്പിൽ പോലും ഇത്തരത്തിലുള്ള എളുപ്പ വഴികൾ നോക്കാനായിട്ട് പോകരുത്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് സെപ്റ്റംബർ 26 വരും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ബാക്കി അനൗൺസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാം. എന്തെങ്കിലും ഫർദർ അനൗൺസ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വരുന്ന സെപ്റ്റംബർ മാസം കുറേ അധികം പ്രൊജക്റ്റുകൾ വരാനായിട്ട് കിടപ്പുണ്ട്. എല്ലാവരും എയർ ഡ്രോപ്പുകൾ അനൗൺസ് ചെയ്യട്ടെ. അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ആളുകൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് കുറേയധികം ആളുകൾ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഡോഗ്സ് വിൽക്കാതെ ഹോൾഡ് ചെയ്ത ആളുകളുടെയൊക്കെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. കാരണം ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഡോഗ്സിൻ്റെ പ്രൈസ് കയറിപ്പോയിട്ടുണ്ട്. ബൈനാൻസിലൊക്കെ നമ്പർ 1 ഗെയിനർ പൊസിഷനിലേക്ക് വരെ നമ്മുടെ ഡോഗ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. കറൻറ്റ്ലി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ 0.0015 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 0.0017 വരേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാമിൻ്റെ ഫൗണ്ടറിനെ ഫ്രാൻസിൽ നിന്ന് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇനിയും നല്ല രീതിയിലൊരു പമ്പ് നമുക്ക് ഈ ഒരു ഡോഗ്സിലും അതുപോലെ തന്നെ ടോൺ എക്കോസിസ്റ്റത്തിലുള്ള ബാക്കി പ്രൊജക്റ്റുകളിലും കാണാനായിട്ട് പറ്റും. സോ ആ ഒരു കാര്യത്തിലും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുറേ അധികം ആളുകൾ പറയുന്നുണ്ട് ടെലഗ്രാം ബാൻ ആവാൻ പോവാണ്, ഇനി നമുക്ക് ടെലഗ്രാം യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു വാർത്തകളൊന്നും സംബന്ധിച്ച് ഇതുവരേക്കും ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ കുറച്ച് ക്വിക്ക് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.